ദൈവത്തിന്റെ കോഡ് ലാംഗ്വേജ് സ്വപ്നത്തിലൂടെയും വിഷനിലൂടെയും സിംബോളിക് ലാംഗ്വേജ് നമ്പേഴ്സ് വഴിയും ദൈവം എന്തിനാണ് മനുഷ്യരോട് സംസാരിക്കുന്ന ടൈറ്റിലോട് കൂടെയുള്ള ഒരു മെസ്സേജാണ് നമ്മളിപ്പോൾ ഗ്രഹിക്കുവാൻ വേണ്ടി പോകുന്നത്. അപ്പം ദൈവത്തിന്റെ കോഡ് ഭാഷ എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ ഒരു ഔദ്യോഗിക ഭാഷ മാത്രമല്ല. ദൈവമായ കർത്താവ് വാക്കുകൾ മുഖേനയും സംഖ്യകൾ മുഖേനയും അക്ഷരങ്ങൾ മുഖേനയും സിമ്പൽ വഴിയും ശബ്ദം, പ്രകാശം, ഇടി മിന്നലുകൾ വഴിയും ദൈവം സംസാരിക്കുന്നു. ഈ ആശയത്തെയാണ് കോഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഭാഷ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ബൈബിളിൽ ദാനിയേൽ എന്ന ബുക്കിലും എസെക്യേൽ എന്ന ബുക്കിലും വെളിപാട് എന്ന ബുക്കിലും ജെരമിയയുടെ ബുക്കിലൊക്കെ നമ്മൾ ഒത്തിരി അത് വായിക്കുമ്പോൾ ഒത്തിരി സിംബോളിക് ലാംഗ്വേജ് നമ്മൾ കാണുന്നുണ്ട്, നമ്പേഴ്സ് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം കോഡ് ലാംഗ്വേജുകൾ മുഖേന മനുഷ്യരോട് ഇടപഴകുന്നതും സംസാരിക്കുന്നതും? സർവജ്ഞാനിയായ ദൈവത്തിന് എല്ലാം അറിയാം, സകലവും അവന് അറിയാം. അവൻ വാക്കുകളുടെ അർത്ഥം മാറും. വാക്കുകൾ പറഞ്ഞ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വിഷനോ സ്വപ്നത്തിൽ വഴി കാണിക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥങ്ങൾ മാറും. അതുകൊണ്ട് ദൈവമായ കർത്താവ് സിംബോളിക് ലാംഗ്വേജ് വഴി, കോഡുകൾ വഴി, നമ്പേഴ്സ് വഴി അവൻ തൻ്റെ സൃഷ്ടിയോട് ഇടപഴകുന്നു, സംസാരിക്കുന്നു. എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ ദാനിയേൽ 2500 വർഷങ്ങൾക്ക് മുൻപായിട്ട് ദാനിയേൽ കണ്ട ഒരു സ്വപ്നമുണ്ട്. ദാനിയേൽ അവിടെ ഒരു ബിംബം കാണുവാണ്. അത് പല സാമ്രാജ്യങ്ങളും അപ്പോഴതിൽ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ പല സാമ്രാജ്യങ്ങളും കടന്നുപോയി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ബിംബത്തിന്റെ കാൽപാദം, അതായത് കളിമണ്ണും ഇരുമ്പും കൊണ്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ കാലഘട്ടം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഡെമോക്രാറ്റിക് കിങ്ഡമാണ്. അതേപോലെ അധികാരം, അതായത് ഇരുമ്പും കളിമണ്ണും ചേരാത്തതുപോലെ തന്നെ അധികാരവും പവേഴ്സും ഇല്ലാത്ത ഒരു കാലഘട്ടം, ഭരണ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീബ്രുവിൽ 22 അക്ഷരങ്ങൾ ഉണ്ട്. ഹീബ്രു ലിറ്ററസി 22 അക്ഷരങ്ങൾ ഉണ്ട്. ഈ 22 അക്ഷരത്തിന്റെ ഓരോ ലിറ്റേഴ്സും ദൈവത്തിന്റെ ഊർജവും തന്മാത്രയും പ്രകാശവും ആത്മാവും നിറഞ്ഞതാണ് ഈ ലെറ്ററുകൾ. ഈ ലെറ്റേഴ്സുകൾ ഡിവൈൻ ലൈറ്റ് വഹിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഈ അക്ഷരങ്ങൾ സംയോജിച്ച് ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് ഹീബ്രു അക്ഷരങ്ങൾ ദൈവത്തിന്റെ കോഡ് ലാംഗ്വേജ് എന്ന് കണക്കാക്കപ്പെടുന്നു. ദൈവത്തിന്റെ കോഡ് ലാംഗ്വേജ് ഹീബ്രു ലെറ്റേഴ്സ് ആണ്. അപ്പൊ ദൈവം സംസാരിച്ചത് സ്പിരിച്വൽ വൈബ്രേഷൻ വഴി, അതിലെ കമ്പനം വഴി ഉണ്ടായി. ദൈവം സൃഷ്ടിയെ ക്രിയേഷൻ ചെയ്ത ഈ ശബ്ദം തരംഗങ്ങൾ മുഖേനയാണ്. അപ്പൊ ഹീബ്രു അക്ഷരങ്ങളുടെ ഊർജമാണ് ഇവയെ ദൈവത്തിന്റെ രഹസ്യ കോഡുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഭാഷ ഹീബ്രുവിലാണ് ഇരിക്കുന്നത്. ഇതിനെ ദൈവത്തിന്റെ, അതായത് ഹീബ്രു ലെറ്റേഴ്സിലുള്ള ദൈവത്തിന്റെ ഭാഷകളല്ല, ദൈവത്തിന്റെ ഭാഷ എന്ന് വിളിക്കുന്നു. ഇത് ശുദ്ധമായ ഭാഷയാണ്. ഓരോ അക്ഷരത്തിനും ആത്മീയ രൂപങ്ങളുണ്ട്. ഒരു ആത്മീയ അർത്ഥം ആ ഭാഷയ്ക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി 1-ാം അധ്യായത്തിലെ 3-ാം വചനം നമ്മൾ നോക്കുകയാണെങ്കിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം അവിടെ കൽപ്പിക്കുകയാണ്. അപ്പം യഗി എന്ന് പറഞ്ഞത് ഉണ്ടാകട്ടെ, ഓർ എന്ന് പറഞ്ഞാൽ വെളിച്ചം,
അവിടെ ദൈവം കൽപ്പിക്കുകയാണ് എഗിയോർ, അതായത് വെളിച്ചമുണ്ടാകട്ടെ, അപ്പോൾ വെളിച്ചമുണ്ടായി. ഇപ്പം റൂഹ എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്ന ശ്വാസത്തെയാണ് റൂഹ എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇതൊരു കോഡാണ്. അതേപോലെ തന്നെ ആമേൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലാസ്റ്റിൽ നമ്മൾ ആമേൻ പറഞ്ഞ് നമ്മൾ ആമേൻ പറഞ്ഞ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ ആമേൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കോഡ് ഭാഷയാണ്. ഇത് ശക്തിയിൽ സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന, അതായത് ശക്തിയിൽ സ്ഥിരമായിരിക്കുന്ന ഭാഷയാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ഥിരം, അല്ലെങ്കിൽ അതിനെ ഉറപ്പ്, അല്ലെങ്കിൽ അതിനെ സത്യം എന്ന് പറയുന്നു. ആമേൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണത്. അത് പോയിട്ടാണെങ്കിൽ നമ്മൾ ഹാലലുയ എന്ന് പറയുന്നുണ്ടല്ലോ. ഹാലലുയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം യഹോവയെ സ്തുതിക്കുക എന്നാണ്. അപ്പൊ ഇതും ഒരു കോഡാണ്. അപ്പൊ നമ്മൾ യഹോവയെ സ്തുതിക്കുക, ഈ ഹാലലുയ എന്ന് പറയുന്ന വേർഡ് പ്രകാശം ഉയർത്തുന്ന ഒരു ലെറ്ററാണ്. അതേപോലെ നമ്മൾ യാവേ എന്ന് പറഞ്ഞു, യാവേ എന്ന് പറഞ്ഞ 4 ലെറ്റേഴ്സ് ആണ് ഇതിലുള്ളത്. ഇതും ഒരു കോഡാകുന്നു, ഒരു കോഡ് ലാംഗ്വേജ് ആകുന്നു. അതായത് ദൈവത്തിൻ്റെ ഏറ്റവും ദൈവത്തിൻ്റെ ആ കോഡ്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ആകുന്നു. അപ്പൊ ഈ ദൈവത്തിൻ്റെ ഏറ്റവും ഉയർന്ന അത്യന്തം പരിശുദ്ധമായ ഒരു നാമമാണ് യാവേ എന്ന് പറയുന്നത്. അപ്പൊ സൃഷ്ടി മുഴുവൻ നിലനിർത്തുന്ന നാമമാണ് ഈ 4 അക്ഷരങ്ങളിലുള്ളത്. അതേപോയിട്ട് ദൈവത്തിൻ്റെ ആത്മീയമായ കോഡ് നമ്പേഴ്സ് വഴിയും ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നു. ഈ നമ്പേഴ്സ് വഴി ദൈവം സംസാരിക്കുമ്പോൾ ഈ നമ്പേഴ്സിനെ ജെമട്രിയ എന്ന് പറയുന്നു. അപ്പൊ സംഖ്യകൾ, ഈ ദൈവത്തിൻ്റെ വാർത്തകൾ, മെസ്സേജ് അവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. ഉദാഹരണം നമ്മൾ പറയുവാണെങ്കിൽ നമ്പർ 1, അതായത് സംഖ്യ 1 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏകത്വത്തെ അവിടെ കാണിക്കുകയാണ്. അതായത് ഒരു സിംഹാസനം, ഒരു കുഞ്ഞാട്, അത് യേശു ക്രിസ്തുവിനെ അവിടെ കാണിക്കുകയാണ്. എല്ലാം ദൈവത്തിൽ നിന്നും തുടങ്ങുന്നു, ക്രിസ്തുവിൽ നിന്നും തുടങ്ങുന്നു, യേശുവിൽ നിന്നും തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ 1 എന്ന നമ്പറിൻ്റെ അർത്ഥം. അതേപോലെ 2 എന്ന സംഖ്യയുടെ അർത്ഥം ആ 2 സാക്ഷികൾ, അതായത് നമ്മൾ ബൈബിൾ വെളിപാട് ബുക്കിൽ കാണുന്നുണ്ട് 2 സാക്ഷികൾ. അവിടെ ഒരു വിഭജനമാണ് കാണുന്നത്. വെളിപാട് 11-ാം അധ്യായത്തിൽ സത്യം സ്വീകരിക്കുന്ന സംഖ്യ, വാക്ക്, പ്രവൃത്തിയും ഒന്നിച്ചേരുന്നു. സംഖ്യ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പരിപൂർണമായിരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ പരിപൂർണതയാണ് അവിടെ കാണിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഇത് 3 കൂടിച്ചേർന്ന് ദൈവത്തിൻ്റെ പരിപൂർണമായ ഒരടയാളമാണ് അവിടെ ഈ 3 എന്ന നമ്പറിലുള്ളത്. 7 എന്ന നമ്പർ എന്ന് പറഞ്ഞാൽ പരിപൂർണത എന്ന് പറയും. അവിടെ ഒരു പരിപൂർണത എന്ന് പറയും. ഈ 8 എന്ന് പറഞ്ഞ നമ്പർ, 7 കഴിഞ്ഞ് 8 എന്ന് പറഞ്ഞാൽ ഒരു തുടക്കമാണ്, തുടക്കത്തെ കാണിക്കുന്നു. അതായത് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 12 എന്ന് പറയുന്ന ആ നമ്പർ എന്ന് പറഞ്ഞാൽ 12 ഗോത്രപിതാക്കന്മാരെ, 12 ഗോത്രപിതാക്കന്മാരെ കാണുന്നു, 12 വാതിലുകളെ കാണുന്നു, 12 ശിഷ്യന്മാരെ കാണുന്നു. അതേപോലെ ഈ ദൈവിക ക്രമം, 12 എന്ന് പറഞ്ഞ ഒരു ദൈവിക ക്രമമാണ് അവിടെ കാണിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനയിൽ പലപ്പോഴും ഈ നമ്പേഴ്സുകളും ലെറ്റേഴ്സുകളും ഞാൻ വിഷൻ വഴിയും സ്വപ്നം വഴിയൊക്കെ പലപ്പോഴും ഞാൻ കാണാറുണ്ടായിരുന്നു. ഞാൻ അപ്പോഴൊക്കെ ഈ നമ്പേഴ്സും വിഷൻസ് എല്ലാം കാണുമ്പോഴും ഞാനിത് വളരെ കുഴങ്ങിയിട്ടുണ്ട്. ഇത് എന്താണ്, ഇതിൻ്റെ അർത്ഥമൊന്നും എനിക്കപ്പോഴും മനസ്സിലായില്ലായിരുന്നു. അപ്പം അങ്ങനെ കുഴങ്ങിയ ഒരുപാട് നാളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ നമ്പറുകളും ലെറ്റേഴ്സുകളും ദൈവത്തിൻ്റെ കോഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞപ്പോഴെനിക്ക് അറിയില്ലായിരുന്നു. കഴിഞ്ഞ 2025 ആണ്ട് ഒക്ടോബർ മാസം 1-ാം തീയതി അതിരാവിലെ കർത്താവ് ഒരു വേർഡ്സ് പറഞ്ഞു. അതായത് കോഡ് ലാംഗ്വേജ് നീ പഠിക്കണം, ഗോഡ്
കോഡ് ലാംഗ്വേജ് നീ പഠിക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കോഡ് കോഡ് ലാംഗ്വേജ്, അതായത് ഗോഡിൻ്റെ കോഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അന്യഭാഷയായിരിക്കും. അല്ലാതെ എനിക്കത് അറിയില്ലായിരുന്നു അന്യഭാഷയായിരിക്കുമെന്ന്. അതുവരെ ഈ ലാംഗ്വേജ് ഞാൻ ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല, എനിക്കത് ശരിക്കും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ദൈവം എന്നോട് പറഞ്ഞ ലെറ്ററുകളും നമ്പേഴ്സ് വഴി പറഞ്ഞത് ദൈവത്തിൻ്റെ കോഡ് ലാംഗ്വേജ് ആയിരിക്കുമെന്ന്. ബൈബിളിലെ വചനങ്ങളിൽ ദൈവം ഒളിപ്പിച്ചിട്ടുള്ള ആത്മീയ കോഡുകളാണ്. ബൈബിളിലെ വചനങ്ങളിൽ ദൈവമായ കർത്താവ് ആത്മീയ കോഡുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മാതൃകളെ ആഴത്തുള്ള ആത്മീയ വ്യാഖ്യാനവുമാണ്. യെശയ്യാ 9-ാം അധ്യായത്തിൽ 2-ാം വചനം ഇങ്ങനെ പറയുന്നു: ഇരുട്ടിൽ നടക്കുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. ഇതൊരു ദൈവത്തിൻ്റെ ഒരു ഫ്യൂച്ചർ ഗ്ലോറിയാണ് അവിടെ കാട്ടുന്നത്. മിശിഹ വഴി ദൈവം മനുഷ്യരിലേക്ക് വെളിച്ചം ഇറങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പം ദൈവിക വെളിച്ചം മനുഷ്യൻ്റെ ആത്മീയമായ ഇരുട്ടിനെയും അറിവില്ലായ്മയും അജ്ഞതയും അവൻ നീക്കുന്നു. അപ്പം വെളിച്ചം എന്നത് ദൈവികമായ ഒരു ഒഴുക്കാണ്. അത് യേശു ക്രിസ്തു വഴിയാണ് ഈ വെളിച്ചം മനുഷ്യരിലേക്ക് വരുന്നത്. യേശു വഴിയാണ് ഈ പ്രകാശം മനുഷ്യരിലേക്ക് വരുന്നത്. ഇപ്പൊ യെശയ്യാ 6-ാം അധ്യായത്തിൽ 6-ഉം 7-ഉം വചനം ഇങ്ങനെ പറയുന്നു: സറാബ് തീ കൊണ്ട് യെശയ്യായുടെ നാവ് അതരത്തെ സ്പർശിച്ചു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ പറയുവാണ്. അപ്പൊ അവിടെ ദൈവത്തിന്റെ ഒരു ബലിപീഠത്തിൽ നിന്നും ഒരു സെറാപ്പ് വന്ന് ഒരു തീക്കനലെടുത്ത് യെശയ്യായുടെ നാവിനെ തൊടുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. നമ്മൾ വചനം അവിടെ വായിക്കുന്നത്. അപ്പം ഈ വചനത്തിൽ പറയുന്നു, യെശയ്യായുടെ നാവിനെ ഒരു അഗ്നിത്തുണ്ടെടുത്ത് സെറാപ്പ് എടുത്ത് യെശയ്യായുടെ അതരത്തിൽ വെച്ചപ്പോൾ നിന്റെ പാവം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നവിടെ കാണുവാണ്. അപ്പൊ ഇവിടെ അതരം വാക്ക് എന്നാണ് ഇരിക്കുന്നത്. അപ്പം ഈ അതരത്തിൽ വെച്ചു എന്ന് പറയുന്നു. അപ്പം നിന്റെ പാവം അതരത്തിൽ വെച്ചപ്പോൾ നിന്റെ പാവം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ പറയുവാണ്. ഇത് ഒരു സൃഷ്ടിയുടെ ശക്തിയാണ്. അവിടെ ശുദ്ധീകരിക്കപ്പെട്ടത് യെശയ്യായുടെ ആത്മാവിനെയാണ്. അപ്പൊ അവിടെ ഈ ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഈ അഗ്നി തുണ്ടെടുത്ത് നാവിൽ വെച്ചപ്പോൾ അവിടെ പരിഷ്കരിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ യെശയ്യായുടെ ആത്മാവാണ് അവിടെ പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ പരിഷ്കാരം നടന്നിരിക്കുക, മാറ്റം വന്നത് യെശയ്യായുടെ ആത്മാവാണ്. അതേപോലെ തന്നെ യെശയ്യാ 6-ാം അധ്യായത്തിൽ 1-ാം വചനം പറയുന്നു: കർത്താവിനെ ഉയർന്ന സിംഹാസനത്തിൽ ഞാൻ കണ്ടു എന്ന് യെശയ്യാ അവിടെ പറയുവാണ്. അപ്പം അവന്റെ വസ്ത്രാഞ്ചലം, ആ കണ്ട ദൈവത്തിനെ കണ്ട മാത്രയിൽ അവന്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഈ സിംഹാസനം എന്നാൽ ദൈവത്തിൻ്റെ ഇച്ഛയും അധികാരത്തെയും അവിടെ കാണിക്കുകയാണ്. വസ്ത്രത്തിന്റെ അറ്റം ആ ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഊർജം ഭൂമിയിലേക്ക് ഒഴുകുന്ന പ്രകാശത്തിന്റെ ഒരു അവസ്ഥയാണ് അത് യെശയ്യാ കണ്ടത്. പ്രകാശത്തിന്റെ ഒരു അവസ്ഥയാണ് യെശയ്യാ അവിടെ കണ്ടത്. യെശയ്യാ 11-ാം അധ്യായത്തിൽ 1-ാം വചനം തന്നെ പറയുന്നു: യെശയ്യായുടെ കുറ്റിയിൽ നിന്നും തണ്ടിൽ നിന്നും ഒരു കൊമ്പ് എന്ന് അവിടെ പറയാണ്. ഈ കൊമ്പ് ആരാണ്? അവിടെ ഈ ശാഖയായി യേശുവിനെയാണ്, മിശിഹായെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ജീവന്റെ വൃക്ഷത്തിലെ ഭൂമിയിലെ, അതായത് ജീവന്റെ വൃക്ഷം ഭൂമിയിലെ ദൈവത്തിൻ്റെ ഒരു പ്രകടനമാണ് അത്. അപ്പം അവിടെ കർത്താവിൻ്റെ ഒരു കരുണയും നീതിയുമാണ് അവിടെ കാണുന്നത്. കർത്താവിൻ്റെ കരുണയും നീതിയും ഒന്നിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അതേപോലെ തന്നെ യെശയ്യാ 60-ാം അധ്യായത്തിൽ 10-ാം വചനം പറയുന്നു:
എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇത് സിയോൻ ആത്മീയ കേന്ദ്രമായിട്ട് വരുമ്പോൾ ഇത് ലാസ്റ്റ് ഡേയ്സിന്റെ ഒരു കാര്യമാണ്. കാരണം ദൈവത്തിന്റെ പൂർണ്ണമായ ഒരു വെളിപാടാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറഞ്ഞ ഈ പ്രകാശം അന്തിമകാലത്തിൽ പുനഃസ്ഥാപനം ചെയ്യുന്ന, അതായത് ലോകത്തിൽ ഒരു ശുദ്ധീകരണമുണ്ട്. ലോകത്തിൽ ഒരു അന്ത്യകാലത്തിൽ ഒരു ശുദ്ധീകരണം നടക്കാൻ പോവുകയാണ്. ആ ശുദ്ധീകരണം കഴിഞ്ഞ് പരിപൂർണമായിട്ടുള്ള ഒരു പ്രകാശം, പരിപൂർണമായിട്ടുള്ള ഒരു ടോട്ടൽ ഗ്ലോറി, ഒരു ടോട്ടൽ പ്രകാശം മനുഷ്യരിലേക്ക് വരാൻ പോകുവാണ്. അപ്പൊ ഇത് ലാസ്റ്റ് ഡേയ്സത്തെ കാര്യമാണ്, ലാസ്റ്റ് ഡേയ്സിലുള്ള കാര്യമാണ്. അപ്പം ഇത് മുഴുവനായിട്ട് പ്രകാശിക്കുന്ന, അതാണ് നിന്റെ പ്രകാശം വന്നു കഴിഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്കാൻ പറയും. നിന്റെ പ്രകാശം വന്നു കഴിഞ്ഞു. അതേപോലെ നമ്മൾ വെളിപാട് 10-ാം അധ്യായത്തില് 4-ാം വചനം, നമ്മൾ ദൈവത്തിന്റെ കോഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെളിപാട് 10-ാം അധ്യായത്തിലെ 4-ാം വചനം ഇങ്ങനെ പറയുന്നു: 7 ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതുവാൻ ഒരുങ്ങി. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം പറയുന്നത് കേട്ടു. എന്താണ് ആ സ്വരം പറയുന്നത് കേട്ടത്? ആ ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രിതമായിരിക്കും, മുദ്ര ഇടപെടട്ടെ. കാരണം നമ്മൾ കേട്ടത്, യോഹന്നാൻ അവിടെ കേൾക്കുവാണ്, ഒരു ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. ഇടിയുടെ ഒരു ശബ്ദം, അതായത് 7 തണ്ടേഴ്സ്, ഇടിയുടെ 7 ഇടികളാണ് അവിടെ ഉണ്ടായത്. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ ഒരു പരിപൂർണത. അപ്പൊ 7 ഇടികളാണ് അവിടെ കേൾക്കുന്നത്. അപ്പൊ അവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഉണ്ടാകുകയാണ്. ആ ഇടിനാദം പറഞ്ഞത്, നമ്മൾ സ്വരം കേട്ടില്ല, പറഞ്ഞ കാര്യം കേട്ടില്ല, സൗണ്ടേ കേട്ടുള്ളൂ. അപ്പൊ ആ ഇടിനാദത്തിൽ എന്തോ ഒരു മെസ്സേജ് ദൈവം അവിടെ വെച്ചിരിക്കുവാണ്. അപ്പൊ ഇത് ഒരു സ്വർഗീയമായ, ഒരു പരിപൂർണമായ സ്വർഗീയ വെളിപാടാണ്. സ്വർഗം മുതൽ ഭൂമി വരെ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ അതിശക്തിയെ, അതായത് ശക്തമായ ഒരു ശക്തിയുടെ ശബ്ദമാണ് മനുഷ്യൻ അവിടെ, അതായത് യോഹന്നാൻ കേട്ടത്. യോഹന്നാന്റെ ബോധത്തെയാണ് അതിജീവിക്കുന്ന ഇതൊരു ദൈവിക ജ്ഞാനമാണ്. ഈ ജ്ഞാനം വായിക്കുന്നതോ എഴുതുവാനോ ഉള്ളതല്ല. വാക്കുകളാൽ അത് വിശദീകരിക്കാനും പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം സമയം അത് ആയിട്ടില്ല. അപ്പൊ അവിടെ 2 കാര്യം ഇരിക്കുകയാണ്. 7 ഇടിനാദങ്ങൾ, ആ 7 ശബ്ദ ഇടികൾ അവിടെ പുറപ്പെടുകയാണ്. അപ്പോൾ പറയുന്നു, ആ ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രയിടപ്പെടട്ടെ എന്ന് പറയുകയാണ്. അത് നീ എഴുതാൻ പാടില്ല, എഴുതേണ്ട കാര്യമല്ല. അപ്പം സംടൈംസ് അതിന് ടൈം ആയിട്ടില്ലായിരിക്കും. പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്താൻ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ പാത്രം, അതായത് ആത്മീയ കാര്യങ്ങൾ, മെച്യൂരിറ്റി ആകാത്ത കാര്യങ്ങളുണ്ട്. അതായത് ദൈവത്തിന്റെ പ്രകാശത്തിന്റെ ശക്തി ടോട്ടലായി വന്നു കഴിഞ്ഞാൽ ആ പാത്രം ചിലപ്പോൾ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ആത്മീയ പക്വത, അതായത് ആത്മീയ മെച്യൂരിറ്റി ഉള്ള വ്യക്തികൾക്ക് വലിയ വലിയ വെളിപാടുകളെല്ലാം കാണുന്നത് ആത്മീയ മെച്യൂരിറ്റി ഉള്ള, അതായത് തകതിയായ പാത്രം, ആ പാത്രത്തിനാണ് വലിയ കാര്യങ്ങളും വലിയ വെളിപാടുകളും കർത്താവ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം പറയുവാണ്, ഈ ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. അത് മുദ്രയിടാൻ പറയുന്നു. അപ്പോഴേ അതിൻ്റെ ടൈം ആയിട്ടില്ല. ടൈം ആവുമ്പോൾ അത് വെളിപ്പെടാൻ ഉള്ളതാണ്. ഒന്നിൽ അത് ഇപ്പോൾ പാത്രം തയ്യാറാകാതെ, അതായത് തയ്യാറാകാത്തത് കൊണ്ടും ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ടൈം ആയിട്ട് ഉണ്ടായില്ല. 2 അർത്ഥങ്ങൾ ഇവിടെ നമ്മൾക്കത് നോക്കാം. എല്ലാ വെളിപാടും സംസാരിക്കാനോ എഴുതുവാനോ ഉള്ളതല്ല. ചില വെളിപാടുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് അത് ജീവിക്കേണ്ടതിനു കൂടിയാണ്. അപ്പം ഇവിടെ സമയമാകാത്തത് കൊണ്ട് അത് മുദ്ര ഇടുന്നു. സമയമാകുമ്പോൾ അത് പൊട്ടിക്കുന്നതാണ്, ആ മുദ്ര പൊട്ടിക്കുന്നതാണ്. അതേപോലെ നമ്മൾ ഈ വ്യക്തികൾക്ക്
ദൈവം സ്വപ്നം വഴി വിഷൻ വഴി പല കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ സ്വപ്നം വഴിയും വിഷൻ വഴിയും ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ അശ്രദ്ധപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇരിക്കരുത്. സ്വപ്നം വഴിയും ആ, വിഷൻ വഴിയൊക്കെ സംസാരിക്കുക, എന്തെങ്കിലും മെസ്സേജുകൾ അതിൽ ആ, കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എപ്പോൾ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത്? സ്വപ്നം വഴിയും വിഷൻ വഴിയും മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമ്മൾ നല്ല ഉറക്കത്തിൽ, ഇപ്പൊ ജോബ് 33-ാം അധ്യായത്തിൽ 14-15 വചനം പറയുവാണ്, ഒരിക്കൽ ദൈവം ഒരു രീതിയിൽ സംസാരിക്കുന്നു, പിന്നെ വേറൊരിക്കൽ ദൈവം പറയുന്നു, വേറൊരു രീതിയിൽ സംസാരിക്കുന്നു. മനുഷ്യർക്ക് ഇത് ഗ്രഹിക്കുവാൻ കഴിയുന്ന പല സ്വപ്നങ്ങളും, ദൈവം പറയുന്ന പല കാര്യങ്ങളും മനുഷ്യന് ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ മനുഷ്യൻ കിടക്കയിൽ മയങ്ങുമ്പോൾ, ഗാഠമായിട്ട് അവൻ ഉറക്കത്തിലാകുമ്പോൾ, ഒരു സ്വപ്നത്തിൽ, നിശാദർശനത്തിൽ ദൈവമായ കർത്താവ് സ്വപ്നത്തിലൂടെ നിശാദർശനത്തിൽ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുക. അതാ നിശാദർശനത്തിൽ, അതായത് നമ്മൾ അബ്രഹാമിനെ സന്തതി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ഒരു ബലി, അതായത് അവിടെ ഒരു അടയാളം കാണിക്കുവാണ്, നീ എനിക്ക് വേണ്ടി ഒരു ബലിയിടാൻ. ആ ബലിയിട്ട് ആ മൃഗങ്ങളെയും പക്ഷിയേക്കും അവിടെ പിളർന്നിട്ടിട്ടിരിക്കുമ്പോൾ അബ്രഹാത്തിന് ഉറക്കം വന്നു. അതുവരെ ദൈവം അവിടെ പ്രസൻസ് ആയിട്ടില്ല. അബ്രഹാത്തിന് ഉറക്കം വന്ന് അബ്രഹാം ഗാഠമായിട്ടൊരു നിദ്രയിൽ, ഒരു ഇരുട്ടായ ഗാഠമായ നിദ്രയിൽ ഉറങ്ങുമ്പോഴാണ് ആ ബലിപീഠത്തെ ഒരു അഗ്നി വരികയും ആ ബലിപീഠത്തിൽ അഗ്നി കയറി അതിനെ ദഹിപ്പിക്കുകയും അബ്രഹാത്തിന് അവിടെ ഒരു ഉടമ്പടി കൊടുക്കുകയും ചെയ്തത്, നിന്റെ സന്തതി 4 തലമുറകൾ വരെ അന്യദേശത്തിൽ ജീവിക്കും, അടിമകളായി ജീവിക്കും എന്ന്. അതായത് ദൈവത്തിന് അബ്രഹാത്തിന് മക്കളില്ലാതിരുന്ന ടൈമിന് ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. അപ്പൊ ദൈവമായ കർത്താവ് സ്വപ്നത്തിലൂടെ പലപ്പോഴും സംസാരിക്കുന്നതും കാഴ്ചകൾ കാണിച്ചു തരുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഒരു ആത്മീയമായ ജാഗ്രത ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ആത്മീയമായ ജാഗ്രത ഉണ്ടാകാൻ വേണ്ടി, സ്പിരിച്വൽ ഒരു അവേക്കിംഗ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം, ആന്തരികമായ ഒരു പരിഷ്കാരം, ഒരു ഇന്നർ, അതായത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവ് ഇന്നറായിട്ട് നമ്മൾ ഒരു പരിഷ്കാരം, ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ, ദൈവമക്കളെക്കുറിച്ചും ദൈവദാസരെക്കുറിച്ചും ദൈവത്തോട് ഇണങ്ങി ജീവിച്ച് അവർക്ക് വേണ്ടി ദൈവം പല സ്വപ്നങ്ങളും വെളിപാടുകളും പല ഘട്ടങ്ങളിലായി ദൈവം കൊടുക്കാറുണ്ട്. അത് ചില ടൈമിന് ലോങ് പ്രവസിയായിരിക്കും, പെട്ടെന്ന് നടക്കുന്ന കാര്യമായിരിക്കും, പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യമായിരിക്കും. ദൈവം എന്തിനാണ് മുൻകൂർ അത് പറയുന്നത്? അത് അവൻ അതിനെ അവിടെ ഒരു ഉടമ്പടി, ആ വ്യക്തിയുമായിട്ട് അവിടെ ദൈവം ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അത് നിറവേറുമ്പോഴാണ് മനുഷ്യർക്ക് അത് വലിയൊരു സന്തോഷമായി മാറുന്ന ദൈവം പറയുന്ന കാര്യങ്ങൾ. അപ്പം വേറെ ഒരു കാര്യമുള്ളത്, വരാൻ പോകുന്ന ആപത്തുകൾ വരുന്നുമ്പായിട്ട് ദൈവം പല വ്യക്തികൾക്കും മുന്നറിയിപ്പ് കൊടുക്കും. നമ്മൾ തയ്യാറായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടോ, അതിനെ ഒരു ആപത്ത് വരുവാൻ പോകുന്നു, നീ ആ ആപത്തിന് മുൻപായിട്ട് അതിനെ മാറ്റുവാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം അങ്ങനത്തെ ഒരു കാര്യവും വെളിപാടുകളും സ്വപ്നങ്ങൾ വഴിയും വിഷൻ വഴിയും ദൈവം അത് ചെയ്യും. അപ്പം അതിനെ നമ്മൾ എങ്ങനെ ക്യാൻസൽ ചെയ്ത്, വരുവാൻ പോകുന്ന ഒരു ആപത്ത് വരുവാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അത് കാണുന്ന ആ സമയത്തിലോ അല്ലെങ്കിൽ രാവിലെ എണീറ്റോ എപ്പോഴും വേണമെങ്കിലും അത് വേഗം തന്നെ അതിനെ നമ്മൾ യേശുവിൻ്റെ നാമത്താൽ, യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ 2026 ഈ വർഷം ദൈവകരുണയാലും കൃപയാലും ഒരു 4 ഫാമിലികളെ മീറ്റ് ചെയ്യുവാൻ വേണ്ടി ദൈവം എനിക്ക് കൃപ ചെരിഞ്ഞു. ഈ 4 ഫാമിലികളിലെ മീറ്റ് ചെയ്യുവാൻ
ഞാൻ പോയ ടൈമിന് 4 ഫാമിലികൾക്ക് 4 വിധമായ കാര്യങ്ങളായിരുന്നു അവർക്ക് എന്നോട് പറയാനുണ്ടായിരുന്നത്. ഇത് വലിയ സന്തോഷത്തിന്റെ ഒരു കാര്യം അല്ല. ഒരു മാനസിക ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു 4 കാര്യമാണ്. സ്വപ്നത്തിലൂടെ ദൈവം ഈ വ്യക്തികൾക്ക് പല പ്രാവശ്യവും ഇവരെ അറിയിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാന് അതിലെ ഒരു 4 ഫാമിലിയിലെ ഒരു ഫാമിലിക്ക് ആ സഹോദരിക്ക് ദൈവം പലപ്പോഴായിട്ട് അവരുടെ നെറ്റി പൊട്ടി രക്തം വരുന്നതായിട്ട് ഈ സഹോദരി 3-4 പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തുടരെയല്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ്. അപ്പൊ ഇവർക്കത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അത് യേശു നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കാനോ അതിന്റെ ഇന്നർ മീനിങ് അവർക്ക് അറിയാതെ വലിയ ഒരു സീരിയസ് ആയിട്ട് അത് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇവര് തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര പോവുകയായിരുന്നു. തമിഴ്നാട്ടിൽ ഒരു യാത്ര പോയിട്ട് ഇവര് തിരിച്ചു വരുന്ന നാട്ടിലേക്ക് ട്രിവാൻഡ്രത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ടൈമില് തമിഴ്നാട്ട് ഒരു ഏരിയയിൽ വെച്ച് തന്നെ ഇവര് സഞ്ചരിച്ചിരുന്ന ഒരു ബസ് പെട്ടെന്ന് തന്നെ മറ്റൊരു വാഹനവുമായിട്ട് കൂട്ടിമുട്ടി ഒരു വലിയ ആക്സിഡന്റ് അവിടെ നടക്കുവാണ്. അതിൽ ആരൊക്കെ മരിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഈ വ്യക്തിക്കും ഹസ്ബൻഡിനും ഈ സഹോദരിക്കും ഹസ്ബൻഡിനും നെറ്റി പൊട്ടി, മുഖം പൊട്ടി. നെറ്റി മാത്രമല്ല, മുഖത്തിൻ്റെയും ഭാഗത്തെല്ലാം ഇവിടെ പൊട്ടി ബ്ലഡ് ഒലിക്കുകയും അവർ കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ടൈം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മരണത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു. ഇപ്പോഴാ സഹോദരി മെന്റൽ പ്രോബ്ലത്തിൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്പർ 1. 3-4 പ്രാവശ്യം ഇതേ സ്വപ്നം അവർക്ക് വന്നതായിട്ട് എന്നോട് പറഞ്ഞു. അതേപോലെ 14 വർഷത്തിന് മുൻപ് ഒരു ഫാമിലിയിൽ ഒരു സഹോദരിക്ക് അവരുടെ മകൻ മരിച്ചു കിടന്ന് തുണി മൂടി, മുഖം വഴി തുണി മൂടിയിട്ടതായിട്ട് ഇവർക്കും ഒരു 4-5 പ്രാവശ്യം ഒരേ സ്വപ്നം തന്നെ പല മാസങ്ങളിലായി 4-5 പ്രാവശ്യമായിട്ട് കണ്ടതായിട്ട് എന്നോട് പറഞ്ഞു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു സമയത്തിൽ മകൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം നടന്നവിടെ, ഒരു അനർത്ഥം അവിടെ ഉണ്ടായി. അന്ന് മുതൽ ഈ സഹോദരി 14 വർഷം കൊണ്ട് ദുഃഖിതയാണ്. ദുഃഖിത എന്ന് പറഞ്ഞാൽ ഒരു വിഷാദ രോഗിയായിട്ടിരിക്കുന്ന, അവർ ചിരിക്കുകയോ അവരൊരു സന്തോഷം കാണിക്കുകയോ എപ്പോഴും ദുഃഖവും കരച്ചിലുമാണ്. ഇങ്ങനത്തെ ഒരു കാര്യം. ഇന്ന് അവരെ കർത്താവിന്റെ കരുണയാല് എൻ്റെ ശുശ്രൂഷയിലൊക്കെ ഉൾപ്പെട്ട് ഒരു 80% മാറി. ഇന്ന് ഞാൻ കണ്ട ടൈമിന്, അതായത് ഈ ജനുവരിയിൽ അവരെ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. നേരിട്ട് കണ്ട ടൈമിന് വളരെ സന്തോഷവതിയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് അറിയുന്നത്. എന്താണ് ഇവരുടെ ദുഃഖത്തിന് കാരണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ദുഃഖിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ ക്വസ്റ്റ്യനൊക്കെ അവരിങ്ങനെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. ആ മകനെ ഓർത്ത്, അവർക്ക് ഒരേ ഒരു മകനാണ്, മകനെ ഓർത്ത് വളരെ ദുഃഖിതയാണ്. പക്ഷെ യേശു അവരിലേക്ക് വന്നപ്പോൾ, യേശുവിൻ്റെ സ്നേഹം അവരിലേക്ക് വന്നപ്പോൾ അവരിന്ന് സന്തോഷിക്കുന്നു, സമാധാനത്തോടെ കഴിയുന്നു. അതേപോലെ മറ്റൊരു കാര്യം, ഒരു സഹോദരിയുടെ, ഒരു ഫാമിലിയുടെ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ മോഷണം പോയതായിട്ട്, വസ്ത്രങ്ങൾ മോഷണം പോയതായിട്ട് പലപ്പോഴായിട്ട് ഇവർ കാണുവാണ്. അതേപോലെ ഇവരുടെ സമീപപ്രദേശത്തുള്ള ഇവരറിയുന്ന ഒരു സഹോദരനെ കാണുന്ന ഇവരെ വസ്തുവകൾ മറ്റുള്ളവർ അനേകം പേര് വന്ന് മോഷ്ടിക്കുന്നതായിട്ട്, അതിൽ അവകാശം പറയുന്നതായിട്ട് വന്ന് കാണുവാണ്. അതേപോലെ മറ്റൊരിക്കൽ അവർക്ക് തന്നെ ഇവരുടെ വീട് ആരോ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുവാണ്.
പല പ്രാവശ്യമായിട്ട് ഇത് കാണുക. ഇന്ന് അവരുടെ വീടും വസ്തുക്കളും ബാങ്ക് ജപ്തിയിൽ പോയി ഇന്ന് അവർ സീറോയിൽ നിൽക്കുന്നു. ഇത് പല പ്രാവശ്യമായിട്ട് കണ്ട ഒരു കാര്യമായിരുന്നു. അപ്പം അതിനെ നമ്മൾ പ്രാർത്ഥിച്ചോ ദൈവദാസരോടോ, അതായത് ആത്മീയമായിട്ട് അറിയുന്ന ദൈവദാസരോട് പറഞ്ഞ് പ്രാർത്ഥിച്ചതിനെ ക്യാൻസൽ ചെയ്യുകയും അതിനെ മാറ്റുകയും ചെയ്തിരുന്നെങ്കിൽ ഈ പ്രതികൂലങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാമായിരുന്നു. അത് പോയിട്ട് നാലാമത്തെ ഒരു വിഷയം, അവര് വെളിനാട്ടില് ഉള്ളവരാണ്, നമ്മുടെ ഇന്ത്യയിലുള്ളവർ തന്നെ വെളിനാട്ടില് അവർ വലിയ ബിസിനസ്സിലും വലിയ റിച്ചസ്റ്റ് പാർട്ടിയാണ്. നന്നായിട്ട് ബിസിനസ്സൊക്കെ ചെയ്ത് ഹയർ ലെവലിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവരുടെ വീട്ടിൽ ഒരു വ്യക്തിക്ക് ഒരു സ്വപ്നം വരുവാണ്. സ്വപ്നം എന്തെന്ന് പറഞ്ഞാൽ ആരോ എന്തോ പറഞ്ഞു ചുറ്റിക്കൊണ്ട് രക്തം തളിച്ചുകൊണ്ട് പോകുന്നതായിട്ട്. ഇത് അവർ ഒരു 3 പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കരുണയിൽ അവരുടെ വീട് ഞാൻ അവിടെ, അവരിപ്പോൾ കേരളത്തിലാണ്. അവരെ നേരിട്ട് കാണുവാൻ വേണ്ടി കർത്താവ് എനിക്ക് അവസരം നൽകി. ഞാൻ പോയ സമയത്തിൽ വലിയ ഒരു ദയനീയമായ കാര്യമാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവർ ചർച്ചിൽ പോണ ഒരു ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സ്വപ്നം കാണുവാണ്, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി പോകുമെന്ന്. അവരവരെ കൊണ്ട് കഴിഞ്ഞ വിധം പ്രാർത്ഥിച്ചിരിക്കാം. പക്ഷേ അവരുടെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്, അവരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ രോഗിയായി. ബിസിനസ് മുഴുവനും ടോട്ടല കോടികൾ നഷ്ടം. അത് പോയിട്ടാണെങ്കിൽ പുള്ളിക്ക് ഇന്ന് നടക്കുവാനോ സംസാരിക്കാനോ പറ്റാതെ വീൽ ചെയറിലാണ് ഞാൻ ആ സഹോദരനെ കണ്ട, അവരുടെ ഹസ്ബൻഡിനെ കണ്ടത്. ഇതിൽ നിന്നും ഞാൻ എന്താ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ദൈവം ഓരോ കാര്യങ്ങളും നമ്മൾ സ്വപ്നങ്ങളും ദർശനങ്ങളും തരുന്നത് അതൊരു തമാശയല്ല. നമ്മളോട് ദൈവം സംസാരിക്കുകയാണ്. സ്വപ്നത്തിൽ കൂടെയും വിഷനിൽ കൂടെയും പല കാര്യങ്ങളും ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മൾ അതിനെ ദൈവികമായിട്ടുള്ള സ്വപ്നങ്ങളാണെങ്കിൽ അതൊരു സമാധാനപരമായിട്ട് സന്തോഷപരമായിട്ട് ഇരിക്കും. നമ്മൾക്കൊരു അസ്വസ്ഥതയോ ഭയമോ അവിടെ ഉണ്ടാകത്തില്ല. പക്ഷെ അത് ദൈവികമല്ലാത്ത ഒരു സ്വപ്നമാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു ആകുലതയും ഒരു ഭീതിയും ഒരു ഭയപ്പാടും ഒക്കെ ആയിരിക്കും. സ്വപ്നം ആദ്യം ഏതെന്ന് കണ്ടറിഞ്ഞ് ശത്രുവ അയക്കുന്ന സ്വപ്നമാണെങ്കിൽ, അതായത് ആത്മീയ മണ്ഡലത്തിലാണ് ഇത് ആദ്യം നടക്കുന്നത്, അതിനുശേഷമാണ് ഫിസിക്കൽ ജീവിതത്തിലേക്ക് ഇതെല്ലാം വന്നു ഭവിക്കുന്നത്. ഇത് സ്വപ്നം കാണുന്ന സമയം തന്നെ, വിഷൻ കാണുന്ന സമയം തന്നെ അത് ശരിയല്ലാത്തതെന്ന് അറിയുകയും, ദൈവം നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഏതെങ്കിലും ദൈവദാസരുടെ ആത്മീയമായി അടുത്തിരിക്കുന്ന ദൈവദാസരോട് ഇത് പറഞ്ഞ് അതിന് നിങ്ങൾ വേണ്ടുന്നതായ ഉപദേശങ്ങൾ തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിങ്ങൾ അങ്ങനത്തെ ഒരു സ്വപ്നം കാണുവാണെങ്കിൽ, ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ വേഗം തന്നെ നിങ്ങൾ യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിനാലും അതിനെ ഉടൻ തന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഭയപ്പെടുത്തുന്ന സ്വപ്നം അത് മാറിപ്പോകും. നിങ്ങൾ ഒരിക്കലും മിണ്ടാതിരിക്കരുത്. അലസതയോടെ നിങ്ങൾ ഒരിക്കലും അത് മിണ്ടാതിരിക്കരുത്. കാരണം അതിലെന്തോ ഒരു മെസ്സേജ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിനാലും ഞാൻ ഈ സ്വപ്നത്തെ ക്യാൻസൽ ചെയ്യാണ്, അത് ഒരിക്കലും നടക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും കഴിഞ്ഞാൽ ഒരു 7 ദിവസം ഉപവസിക്കണം. ഉപവാസം നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കണം, പ്രാർത്ഥിക്കണം. യേശുവേ, ഇതിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ, ഇത് ഒരിക്കലും സംഭവിക്കരുതേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം സാത്താൻ ആത്മീയ മണ്ഡലത്തിൽ ഇടുന്ന സകല പദ്ധതി ആ സമയത്ത് നിങ്ങൾ കർത്താവിനോട് ഒന്നിച്ച് ചേർന്ന് ദൈവികമായിട്ട് നിങ്ങൾ വചനം വായിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ അതിനെ വെച്ച് ക്യാൻസൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റും, അതിൽ നിന്ന് തപ്പിക്കുവാൻ പറ്റും. അതിൽ നിന്ന്
തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. നിങ്ങൾ ഭയപ്പെടുന്ന ഒരു അനർത്ഥങ്ങളും സംഭവിക്കില്ല. ചില സ്വപ്നങ്ങൾ ഫ്യൂച്ചർ കാര്യങ്ങളാണ്, അത് പിന്നെ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. പല കാര്യങ്ങൾ ദൈവദാസർക്കോ ദൈവഭക്തർക്കോ ദൈവം ഇങ്ങനെ സ്വപ്നം വഴി കൊടുക്കുകയും അത് നടക്കുകയും നമ്മളെ സ്വപ്നത്തിൽ, അതായത് ഉൽപ്പത്തിയിൽ തന്നെ ജോസഫിന് സ്വപ്നം കൊടുത്തു. അത് നടക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹനങ്ങളിൽ കൂടെ അത് സംഭവിച്ചു. അപ്പൊ അബ്രഹാത്തിന് സ്വപ്നം കൊടുത്തു, അത് അതേപോലെ സംഭവിച്ചു. അപ്പോൾ സ്വപ്നങ്ങൾ എപ്പോഴും ദൈവം കൊടുക്കുന്നത് കൊണ്ട്, ദൈവികമല്ലാത്തതുകൊണ്ട് സ്വപ്നങ്ങൾ ചിലപ്പോൾ ഒരു പ്രവചനമായിരിക്കാം, അല്ലാത്ത കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അത് എന്താണെന്ന് നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നല്ലൊരു ദൈവദാസന്റെ അടുത്ത് പോയി അതിനെക്കുറിച്ച് പറയുക. ആത്മീയമായ അറിവ് അത് തേടി അതൊന്നും നിങ്ങൾക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ രക്തവും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയും കൊണ്ട് അതിനെ നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് അതിനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ബൈബിൾ പഠിച്ച് നിങ്ങൾ തയ്യാറാവുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അപ്പൊ ദൈവിക സ്വപ്നങ്ങൾ നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാം, അതിന് ഒരിക്കലും ഭയം ഉണ്ടാവില്ല. അതൊരു നല്ലൊരു ദൈവിക സമാധാനം സ്വസ്ഥതയുമായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്ന 2 തിമോത്തി 1:7 വചനം പറയുന്നു, 1 അധ്യായത്തിൽ 7 വചനം പറയുന്നു, ദൈവം ഭയത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ബുദ്ധിയുടെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ നിങ്ങളെ സ്വപ്നം കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ചെയ്താൽ മതി. ഒരിക്കലും സാത്താൻ അയക്കുന്ന സ്വപ്നങ്ങളായാലും അങ്ങനെയൊന്നും വിഷനായാലും അത് ക്യാൻസലായി മാറിപ്പോകും. നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ തീർച്ചയായിട്ടും ക്യാൻസലായി മാറിപ്പോകുന്നതാണ്. ചില സ്വപ്നങ്ങൾ, ഈ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിന്റെ ആകുലത കൊണ്ടും ഭയം കൊണ്ടും നമ്മൾ ഓവറായിട്ട് തിങ്കിങ് ചെയ്യും. നമ്മുടെ മനസ്സ് അവബോധമില്ലാത്ത ചിന്തകൾ, പിന്നെ പാവചിന്തകൾ, കുറ്റബോധം, ആത്മീയമായ ഒരു അസന്തുലിത അവസ്ഥ, ഇങ്ങനത്തെ ഉറക്കക്കുറവ്, ആത്മീയമായ ഒരു സംരക്ഷണമില്ലാത്ത അവസ്ഥകളിലും എങ്ങനെ ഭയപ്പെടുത്തുന്ന, ആരോ പേടിപ്പെടുത്തുന്നു, ആരോ തുരത്തുന്നു, ആരോ ഭയപ്പെടുന്ന മാതിരത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വരാം. അതുകൊണ്ട് ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ആദ്യം സ്വസ്ഥമാക്കി നിങ്ങളുടെ ചിന്തകളെ ആദ്യം ശരിപ്പെടുത്തി, ചിന്തകളിലാണ് ശത്രു ഇടപെടുന്നത്, ആ ചിന്തകളെ പരിപൂർണമായിട്ട് സ്വസ്ഥതപ്പെടുത്തി അതിന് ഏറ്റവും നല്ലൊരു ഔഷധമാണ് ദൈവവചനം. ബൈബിളെടുത്ത് നന്നായിട്ട് വായിക്കുക, വായിച്ച് നല്ല ധ്യാനിക്കുക. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും കർത്താവ് തരിക മാത്രമല്ല, ഇങ്ങനത്തെ അലോസരപ്പെടുത്തുന്ന ആ സ്വപ്നങ്ങൾ പിന്നെ കാണാതെ ദൈവം അതെല്ലാം അതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും. നമ്മുടെ റിപ്പന്റ് വളരെ ആവശ്യമാണ്. മാനസികമായിട്ട് നമ്മൾ ദൈവത്തിന്റെ കൂടെ നന്നായിട്ട് അടുക്കണം. ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം. മനസ്സിനെ അടുപ്പിക്കണം. നമ്മൾ വെളിയിൽ കാണുന്ന പ്രാർത്ഥനയില്ല, നമ്മൾ ഇന്നർ മാറ്റമാണ്, ഉള്ളിലാണ് നമ്മൾ മാറേണ്ടത്. വെളിയിൽ നമ്മൾ മനുഷ്യരുടെ മുൻപിൽ നമ്മൾ പലതും പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ തോന്നാം. പക്ഷെ നമ്മൾ ചിന്തയിലേക്ക് എന്താണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ഇന്നർ മാറ്റമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ദൈവം മുഖം നോക്കുന്ന ദൈവമല്ല, അവൻ ഹൃദയത്തെയാണ്, ഉള്ളിനെയാണ് അവൻ നോക്കുന്നത്. അപ്പം ദൈവവചനം കൂടുതൽ വായിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങൾ ധാരാളം വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പഴയ കാര്യങ്ങളോ പാവചിന്തകളോ അങ്ങനെ അലോസരപ്പെടുത്തുന്ന ചിന്തകളോ ഓവർ തിങ്കിങ്ങോ അതെല്ലാം മാറി ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവികമായ ഒരു ചുറ്റുപാട്, ദൈവികമായ ഒരു പ്രകാശം നിങ്ങളുടെ ഉള്ളിലാകും. അപ്പം സഭാപ്രസംഗൻ 5 അധ്യായത്തിൽ 3 വചനം പറയുന്നു, അനേകം ചിന്തകൾ കാരണം സ്വപ്നം വരുന്നു. അപ്പൊ എല്ലാ സ്വപ്നങ്ങളും നമ്മൾക്ക് ദൈവം തരുന്നതല്ല. ശത്രു കൊണ്ടുവരുന്ന സ്വപ്നങ്ങൾ, നമ്മുടെ മനസ്സിന്റെ ആകുലതകൾ കൊണ്ടുവരുന്ന സ്വപ്നങ്ങളും ഉണ്ട്. അപ്പൊ സ്വപ്നം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ കിട്ടുന്ന ഒരു സന്ദേശമാണ്. അപ്പൊ ഭയപ്പെടാതെ യേശുവിന്റെ നാമവും യേശുവിന്റെ വചനവും യേശുവിന്റെ രക്തവും
ഉപയോഗിച്ച് നിങ്ങൾ യേശുവിൻ്റെ വഴിയെ, കാരണം അവനാണ് നമ്മുടെ സൃഷ്ടികർത്താവ്, അവൻ്റെ വഴിയെ നമ്മൾ വരുമ്പോൾ എല്ലാ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും, നമ്മളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളും എല്ലാം മാറി കർത്താവ് നമ്മളെ പരിപൂർണമായിട്ട് ഒരു വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. അടുത്ത നമ്മൾ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അടുത്ത നമ്മൾ വിഷൻസ്. വിഷൻ എന്ത് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മള് പത്രോസ് കണ്ട ഒരു വിഷൻ. അപ്പം അവിടെ ദർശനം എന്ന് പറഞ്ഞാൽ, അതായത് ജാഗര അവസ്ഥയെ, അതായത് ദൈവവുമായിട്ടുള്ള ഒരു നല്ലൊരു അടുപ്പത്തിലായിരിക്കുമ്പോഴാണ് ഒരു പ്രെയർ, ഒരു ആത്മീയ ദർശനമാണ് അവിടെ കാണുന്നത്. ആക്ട്സ് അപ്പോസ്തല നടപടികൾ 10-ാം അധ്യായത്തിൽ പത്രോസിന് ലഭിച്ച ഒരു ദർശനം, ആക്ട്സ് 9-ാം അധ്യായത്തിൽ ശൗലിന് ലഭിച്ച ഒരു ദർശനം, അത് വെളിപാടിൽ യോഹന്നാന് കിട്ടിയ ദർശനം, ഇതെല്ലാം നമ്മൾ ദർശനങ്ങളാണ്. അതായത് ആ ദൈവവുമായിട്ട് ഒരു ആത്മീയ കണക്ഷൻ ഉണ്ടാകുമ്പോൾ ദൈവം കൊടുക്കുന്ന ദർശനമാണത്. അപ്പൊ ദൈവത്തിന് നേരിട്ടുള്ള സന്ദേശം, ഈ ശുശ്രൂഷയുടെ വിളി, ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ദൈവം അവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പം ഇത് ഈ വിഷനായാലും സ്വപ്നമായാലും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അവിടെ സമാധാനം ഉണ്ടോ? നമ്മളിത് കണ്ടപ്പോൾ ഒരു ദൈവിക സമാധാനം ഉണ്ടോ, അതോ അസ്വസ്ഥതയുണ്ടോ, അതിനൊരു പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യമുണ്ടോ എന്നും പറഞ്ഞ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഭയപ്പെടാതെ, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെല്ലാം നിങ്ങൾ ഭയപ്പെടുത്തുന്ന കണ്ടാൽ ഉടനെ ക്യാൻസൽ ചെയ്ത് കർത്താവിൻ്റെ വഴിയെ നിങ്ങൾ വരികയും നിങ്ങളുടെ മനസ്സ് റിപ്പൻ്റ് ആവുകയും കർത്താവിനോട് കൂടെ ഒരു ഐക്യ ജീവിതം ആവുകയും ചെയ്യുമ്പോൾ അതെല്ലാം കർത്താവ് നിങ്ങളിൽ നിന്ന് മാറ്റി കളയും. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.